നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിലും ജനവാസ കേന്ദ്രങ്ങളിൽ വന്യജീവി ശല്യം. മടിക്കൈ 3 റോഡ് പ്രദേശത്തിറങ്ങിയ കാട്ടുപോത്ത് ജനങ്ങളെ പരിഭ്രാന്തിയിലാഴ്ത്തിയത് മണിക്കൂറുകളോളം. ദേശീയപാതയിൽ ചെങ്കള മുതൽ മാവുങ്കൽ വരെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. പെരിയയിൽ കാർ കുഴിയിലേക്ക് മറിഞ്ഞു മരിച്ച 2 പേർക്ക് കണ്ണീരോടെ യാത്രാമൊഴി. കാസർഗോഡ് ജില്ലയിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് കവർച്ച. കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്രം, കുമ്പള ആരിക്കാടി ഹനുമാൻ ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് കവർച്ച നടന്നത്. ചെറുവത്തൂരിലെ വിവാദ ബീവറേജ് ഔട്ട്ലെറ്റിൽ നിന്നും മദ്യം കൊണ്ടുപോകാനുള്ള ശ്രമം വീണ്ടും തടഞ്ഞു. പാർട്ടി പ്രവർത്തകരും തൊഴിലാളികളുമാണ് ഉദ്യോഗസ്ഥരെ തടഞ്ഞത്. കേന്ദ്ര സർവകലാശാലയുടെ ഭരണനിർവഹണ വിഭാഗം പുതിയ കെട്ടിടം 20 മുതൽ പ്രവർത്തനം ആരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും. ആരിക്കാടി ജനറൽ GBLP സ്കൂളിന് നിർമ്മിച്ച കെട്ടിടം AKM അഷ്റഫ് MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ ലോകത്തിന് മാതൃകയെന്ന് MLA. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയിലും ജനവാസ കേന്ദ്രങ്ങളിൽ വന്യജീവി ശല്യം. മടിക്കൈ 3 റോഡ് പ്രദേശത്തിറങ്ങിയ കാട്ടുപോത്ത് മണിക്കൂറുകളോളം ജനങ്ങളെ പരിഭ്രാന്തിയിലാഴ്ത്തി. മടിക്കൈ 3 റോഡ് പ്രദേശത്ത് ദിവസങ്ങളായി കാട്ടുപോത്ത് ഭീതി പരത്തി വരുന്നുണ്ട്. ഞായറാഴ്ച ഉച്ചയോടെ മലപ്പച്ചേരി ഭാഗത്തുകൂടി കാട്ടുപോത്ത് ഓടുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതോടെ നാട്ടുകാർ ഏറെ പരിഭ്രാന്തിയിലായി. നീലേശ്വരം പോലീസും നാട്ടുകാരും വ്യാപകമായി കാട്ടുപോത്തിനായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്തുവാനായില്ല. ഇതിനിടെ പോത്ത് ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കിണറ്റിൽ വീണതായി കണ്ടെത്തി. മടിക്കൈ 3 റോഡ് നാന്തംകുഴിയിലെ ഒരു വീട്ടുപറമ്പിലെ കിണറ്റിലാണ് കാട്ടുപോത്ത് വീണത്. നീലേശ്വരം SI മധുസൂദനന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘവും DFO K അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള വനപാലകരും ചേർന്ന് JCB ഉപയോഗിച്ച് കിണറ്റിൽ നിന്നും കരയിലേക്ക് വഴിയൊരുക്കി പോത്തിനെ രക്ഷിച്ചു. വിവരമറിഞ്ഞ് വൻ ജനക്കൂട്ടമാണ് പ്രദേശത്ത് തടിച്ചുകൂടിയത്. വീഴ്ചയിൽ കാട്ടുപോത്തിന് കാലിന് പരിക്കേറ്റിട്ടുണ്ട്. അവശനിലയിലാണ് കാട്ടുപോത്ത് ഇപ്പോഴുള്ളത്. മറ്റ് ജില്ലകളിലേതെന്ന പോലെ ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലും ജനവാസ കേന്ദ്രങ്ങളിൽ വന്യജീവി ശല്യം രൂക്ഷമായിട്ടുണ്ട്. ജില്ലയിലെ മുളിയാർ, ദേലമ്പാടി, കാറടുക്ക, കുറ്റിക്കോൽ പഞ്ചായത്തുകളിൽ ഉൾപ്പെടെ ഇടയ്ക്കിടെ കാട്ടാന ശല്യമുണ്ടാകുന്നത് ജനങ്ങൾക്ക് ദുരിതമാകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദേശീയപാതയിൽ ചെങ്കള മുതൽ മാവുങ്കൽ വരെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. നിർമ്മാണം പുരോഗമിക്കുന്ന പാതയിൽ സൂചനാ ബോർഡുകളോ സുരക്ഷാ വേലിയോ ഇല്ലാത്തതാണ് അപകടത്തിന് കാരണമാകുന്നത്. ഏറ്റവും ഒടുവിലായി പെരിയയിൽ കാർ കുഴിയിലേക്ക് മറിഞ്ഞ് 2 ജീവനുകളാണ് പൊലിഞ്ഞത്. ചെങ്കള മുതൽ മാവുങ്കൽ വരെയുള്ള ദേശീയപാത വാഹനങ്ങൾക്ക് അപകടക്കിണിയൊരുക്കുന്നു. നിർമ്മാണം പുരോഗമിക്കുന്ന പാതയിൽ സൂചനാ ബോർഡുകളോ സുരക്ഷാ വേലിയോ ഇല്ലാത്തതാണ് അപകടത്തിന് കാരണമാകുന്നത്. ഏറ്റവും ഒടുവിലായി പെരിയയിൽ കാർ കുഴിയിലേക്ക് മറിഞ്ഞ് 2 ജീവനുകളാണ് പൊലിഞ്ഞത്. തായന്നൂർ സ്വദേശികളായ രഘുനാഥ്, രാജേഷ് എന്നിവരാണ് മരിച്ചത്. ഞായറാഴ്ച പുലർച്ചെ 1:30 മണിയോടെ പെരിയ കേരള കേന്ദ്ര സർവകലാശാലയ്ക്ക് സമീപമാണ് അപകടം സംഭവിച്ചത്. പെരിയയിൽ തെയ്യംകെട്ട് കണ്ട് കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് മടങ്ങുന്നതിനിടെ റോഡരികിലുള്ള ഡിവൈഡറിൽ തട്ടി കാർ താഴേക്ക് മറിയുകയായിരുന്നു. ദേശീയപാത നിർമ്മാണത്തിനായി എടുത്ത കുഴിയിലേക്കാണ് കാർ മറിഞ്ഞത്. അപകടത്തിൽ തായന്നൂർ തേരങ്കല്ലിലെ രാഹുൽ, രാജേഷ് എന്നിവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ചെങ്കള മുതൽ മാവുങ്കൽ വരെയുള്ള ദേശീയപാതയിൽ 40 ദിവസത്തിനിടെ 4 ജീവനുകളാണ് ഇപ്പോൾ പൊലിഞ്ഞിരിക്കുന്നത്. ജനുവരി 9-ന് ദേശീയപാതയിൽ കുണിയയിൽ നിയന്ത്രണം വിട്ട കാർ സ്കൂട്ടറിലുണ്ടായ അപകടത്തിൽ പരവനടുക്കത്തെ P നാരായണൻ നായർ, ചട്ടഞ്ചൽ മേലത്ത് ഗോപാലകൃഷ്ണൻ എന്നിവർ മരണപ്പെട്ടിരുന്നു. അതിനു മുൻപ് മാവുങ്കാലിൽ KSRTC ബസ് കാറിലിടിച്ച് 2 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അപകടത്തിൽ കാറിലുണ്ടായിരുന്ന വടകര സ്വദേശിക്കും KSRTC ഡ്രൈവർക്കുമാണ് പരിക്കേറ്റത്. ഈ അപകടങ്ങൾക്ക് ശേഷം ദേശീയപാത കരാർ കമ്പനിക്കെതിരെ നാട്ടുകാരുടെ കടുത്ത പ്രതിഷേധം ഉയർന്നിരുന്നു. തുടർന്ന് നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന സ്ഥലങ്ങളിൽ വാഹനയാത്രികർക്ക് ആവശ്യമായ സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡുകളും മതിയായ സുരക്ഷാ വേലികളും ഒരുക്കുവാൻ പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു. ഓരോ ദിവസവും യാത്രാപാതയിലുണ്ടാകുന്ന മാറ്റങ്ങളും വെളിച്ചമില്ലായ്മയടക്കമുള്ള പ്രശ്നങ്ങളും വാഹനം ഓടിക്കുന്നവരെ വലിയ രീതിയിൽ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. ഇത് പരിഹരിക്കുവാൻ ആവശ്യമായ നടപടിയുണ്ടായില്ലെങ്കിൽ ഇനിയും ഈ പാത ചോരക്കളമാകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് കവർച്ച. കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്രം, കുമ്പള ആരിക്കാടി ഹനുമാൻ ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് കവർച്ച നടന്നത്. മല്ലികാർജുന ക്ഷേത്രത്തിൽ നിന്നും ഭണ്ഡാരം കടത്തിക്കൊണ്ടുപോയി. ആരിക്കാടി ഹനുമാൻ ക്ഷേത്രത്തിൽ നിന്നും മോഷ്ടാക്കൾ കാണിക്കപ്പെട്ടി തകർത്ത് പണം കവർന്നു.
ഒരു ഇടവേളയ്ക്കു ശേഷം കാസർഗോഡ് ജില്ലയിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കവർച്ച വീണ്ടും തുടങ്ങി. കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്രം, കുമ്പള ആരിക്കാടി ഹനുമാൻ ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് കവർച്ച നടന്നത്. മല്ലികാർജുന ക്ഷേത്രത്തിലെ വളപ്പിനകത്തെ ഉപദേവനായ അയ്യപ്പ ക്ഷേത്രത്തിലെ ഭണ്ഡാരം കടത്തിക്കൊണ്ടുപോയി. ഞായറാഴ്ച രാത്രി 12:45-നും 2 മണിക്കും ഇടയിലായാണ് കവർച്ച നടന്നത്. 12 മണിവരെ ക്ഷേത്ര കാവൽക്കാരൻ ഈ ഭാഗത്തെത്തി പരിശോധന നടത്തിയിരുന്നു. അസുഖത്തിന് ഗുളിക കഴിക്കാറുള്ള കാവൽക്കാരൻ ഇതിനിടയിൽ 2 മണിവരെ ക്ഷീണത്താൽ ഉറങ്ങിപ്പോയിരുന്നു. 2 മണിയോടെ ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്തുകൂടി വാഹനം കടന്നുപോകുന്ന ശബ്ദം കേട്ടിരുന്നതായും വിവരമുണ്ട്. ക്ഷേത്രത്തിലെ CCTV പരിശോധിച്ചതിൽ നിന്നും 2 പേരുടെ ദൃശ്യം പതിഞ്ഞതായി കണ്ടെത്തിയിട്ടുണ്ട്. ഒരാൾ മുണ്ടും മറ്റൊരാൾ പാൻസുമാണ് ധരിച്ചിരുന്നത്. എടുക്കുന്നത് കണ്ടു, പക്ഷേ കൊണ്ടുപോകുന്നത് കണ്ടില്ല. ഭണ്ണാരം എടുക്കുമ്പോൾ 2 ആൾ, ഭണ്ണാരം പൊക്കിയെടുക്കുമ്പോൾ 2 പേര്. അമ്പലത്തിൻ്റെ ബാക്ക് വശത്തെ ഗേറ്റ് ചാടിക്കടന്ന് വന്നത്. എല്ലാ മാസവും 20-ാം തീയതിയാണ് ഭണ്ഡാരം എണ്ണാറുള്ളത്. 1 ലക്ഷത്തിന് മുകളിൽ തുക ലഭിക്കാറുണ്ട്. ആരിക്കാടി ഹനുമാൻ ക്ഷേത്രത്തിൻ്റെയും മഹാമായ ദേവി ക്ഷേത്രത്തിൻ്റെയും കാണിക്കപ്പെട്ടികൾ പൊളിച്ചാണ് കവർച്ച നടത്തിയത്. കാണിക്കപ്പെട്ടികളിലെ 33,000 രൂപയോളമാണ് കവർച്ച പോയത്. 2 കവർച്ചകളിലും ക്ഷേത്ര ഭാരവാഹികളുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേന്ദ്ര സർവകലാശാലയുടെ ഭരണനിർവഹണ വിഭാഗം പുതിയ കെട്ടിടം 20 മുതൽ പ്രവർത്തനം ആരംഭിക്കും. ഡോക്ടർ BR അംബേദ്കറുടെ പേരിലുള്ള കെട്ടിടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് വൈസ് ചാൻസലർ ഇൻചാർജ് പ്രൊഫസർ KC ബൈജു പറഞ്ഞു. 22 സംസ്ഥാനങ്ങളിലെ 37 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 12,744 കോടിയുടെ പദ്ധതികൾക്കൊപ്പമാണ് കേന്ദ്ര സർവകലാശാലയുടെ കെട്ടിടവും ഉദ്ഘാടനം ചെയ്യുന്നത്. പെരിയയിലെ കേന്ദ്ര സർവകലാശാലയിൽ നടക്കുന്ന പരിപാടിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവർ പങ്കെടുക്കും. 3 നിലകളിലായി 68,200 ചതുരശ്രയടി വിസ്തീർണത്തിലാണ് കെട്ടിടം നിർമ്മിച്ചത്. നിലവിൽ ഗംഗോത്രി ബ്ലോക്കിലെ ഭരണ നിർവഹണ വിഭാഗം പൂർണ്ണമായും പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതോടെ അവിടുത്തെ സൗകര്യം കൊമേഴ്സ്, മാനേജ്മെന്റ്, ടൂറിസം എന്നീ പഠന വിഭാഗങ്ങൾക്ക് ഉപയോഗപ്പെടുത്തും. 12 കെട്ടിടങ്ങൾ, വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി 12 കെട്ടിടങ്ങളും സമഗ്രമായ ഹോസ്റ്റൽ സൗകര്യങ്ങളും മറ്റ് ഗസ്റ്റ് ഹൗസുകളും അങ്ങനെയുള്ള ഒരു പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം അടിസ്ഥാനപരമായി സന്നിവേശിപ്പിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ 68,200 സ്ക്വയർ ഫീറ്റ്, 38,000 അല്ല, 68,200 സ്ക്വയർ ഫീറ്റ് ചതുരശ്ര അടി സ്ഥല സൗകര്യങ്ങളുള്ള ഒരു നിർമ്മാണ വ്യവസ്ഥയാണ് നമ്മുടെ ഭരണനിർവഹണ കേന്ദ്രത്തിന് ഉള്ളത്. ഒപ്പം തന്നെ ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കറുടെ നാമധേയത്തിലാണ് ഈ സ്ഥാപനം, ഈ ബിൽഡിംഗ് അറിയപ്പെടാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള ചരിത്രപരമായ ഒരു മുഹൂർത്തമാണ് കേന്ദ്ര സർവകലാശാല വിഭാവനം കൊള്ളുന്നത്. അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാന്യനായ ആദരണീയനായ പ്രധാനമന്ത്രിയാണ്. രജിസ്ട്രാർ ഡോക്ടർ M മുരളീധരൻ നമ്പ്യാർ, ഡീൻ അക്കാദമിക് പ്രൊഫസർ അമൃത് ജി കുമാർ, പ്രൊഫസർ TG സജി, K സുജിത് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെറുവത്തൂർ സ്റ്റേഷൻ റോഡിൽ തുറന്ന ദിവസം തന്നെ അടച്ചുപൂട്ടിയ വിവാദ ബീവറേജ് ഔട്ട്ലെറ്റിൽ നിന്നും മദ്യം നീക്കാനുള്ള ശ്രമം തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വീണ്ടും തടഞ്ഞു. തിങ്കളാഴ്ച രാവിലെയാണ് തൊഴിലാളികൾ സംഘടിച്ചെത്തി ഉദ്യോഗസ്ഥരെ തടഞ്ഞത്. ബീവറേജസ് എക്സൈസ് ഉദ്യോഗസ്ഥർ പോലീസ് സഹായത്തോടെ മദ്യം കൊണ്ടുപോകുവാൻ രാവിലെ എത്തുകയായിരുന്നു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ ചുമട്ടുതൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ മദ്യം കൊണ്ടുപോകുവാൻ അനുവദിക്കില്ലെന്ന് അറിയിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ മദ്യമാണ് അടച്ചിട്ട കെട്ടിടത്തിലുള്ളതെന്നും നിശ്ചിത തീയതി കഴിഞ്ഞാൽ ഇത് വിറ്റഴിക്കുവാൻ കഴിയാതെ നശിപ്പിക്കേണ്ടി വരുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടും പ്രതിഷേധക്കാർ വഴങ്ങിയില്ല. മാർച്ച് മാസത്തിൽ വാർഷിക കണക്ക് ബോധിപ്പിക്കണമെന്ന് പറഞ്ഞുവെങ്കിലും ഫലമുണ്ടായില്ല. ചെറുവത്തൂർ പ്രദേശത്ത് തന്നെ മറ്റൊരിടത്ത് മദ്യശാല സ്ഥാപിച്ച് അവിടേക്ക് മാത്രമേ മദ്യം മാറ്റുവാൻ അനുവദിക്കുകയുള്ളൂവെന്നും പുറത്തേക്ക് കൊണ്ടുപോകുവാൻ അനുവദിക്കില്ലെന്ന നിലപാടിൽ പ്രതിഷേധക്കാർ ഉറച്ചു നിന്നതോടെ ഉദ്യോഗസ്ഥ സംഘം നീക്കത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു.
സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് കൂടുതൽ പോലീസ് എത്തിയിരുന്നു. നേരത്തെയും ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ മദ്യം കൊണ്ടുപോകുവാൻ ശ്രമിച്ചത് തൊഴിലാളികൾ തടഞ്ഞിരുന്നു. മാസങ്ങളായി മദ്യവിൽപ്പനശാലയുമായി ബന്ധപ്പെട്ട് അനുകൂലിച്ചും എതിർത്തും CPM നേതൃത്വത്തിന് പരാതികൾ ലഭിച്ചതോടെ തൽക്കാലം തുറക്കേണ്ടെന്ന് പാർട്ടി നേതൃത്വം തീരുമാനിച്ച് അറിയിച്ചിരുന്നു. CPM ജില്ലാ നേതാക്കൾ പങ്കെടുത്ത വിശദീകരണ യോഗം ടൗണിൽ നടത്തുകയും ചെയ്തിരുന്നു. കുറച്ച് ദിവസം മുൻപ് തീരമേഖലയിലെ അച്ചാന്തുരുത്തിയിൽ എക്സൈസ് കൺസ്യൂമർ ഫെഡ് അധികൃതർ പുതിയ കെട്ടിടം പരിശോധിക്കുവാനെത്തിയപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞ് തിരിച്ചയച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചേശ്വരം രാഗം ജംഗ്ഷനിൽ റോഡ് മുറിച്ച് കടക്കുവാനാകാതെ യാത്രക്കാർ. ഇവിടെ സീബ്ര ലൈൻ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. അടിപ്പാത ആവശ്യം പരിഗണിക്കാത്ത സാഹചര്യത്തിലാണ് സുരക്ഷിതമായി റോഡ് മുറിച്ച് കടക്കുവാൻ സംവിധാനമൊരുക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തിയത്. കാസർഗോഡ് മംഗലാപുരം ദേശീയപാതയിൽ ഏറ്റവും ജനത്തിരക്കേറിയ ജംഗ്ഷനുകളിലൊന്നാണ് മഞ്ചേശ്വരം രാഗം ജംഗ്ഷൻ. ഇവിടെ ജനങ്ങൾക്ക് സുരക്ഷിതമായി മറുവശത്തേക്ക് പോകുവാൻ അടിപ്പാത വേണമെന്ന് നാട്ടുകാർ ജനപ്രതിനിധികളോടും ഉദ്യോഗസ്ഥരോടും ആവശ്യമുന്നയിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും ഉണ്ടായില്ല. അടിപ്പാത ആവശ്യം പരിഗണിക്കാത്ത സാഹചര്യത്തിൽ സുരക്ഷിതമായി റോഡ് മുറിച്ച് കടക്കുവാൻ സീബ്ര ലൈൻ വേണമെന്നാണ് ഇപ്പോൾ ഉയർന്ന ആവശ്യം. ഇവിടെ 6 വരിപ്പാത റോഡ്, സർവീസ് റോഡ്, പുട്ടവത്ത് റോഡ്, ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നിവയെല്ലാം തറനിരപ്പിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ സർവീസ് റോഡിൽ നിന്ന് ഹൈവേയിലേക്ക് വാഹനങ്ങൾ കയറുന്നതിന് ഇരുവശവും കൂടിച്ചേരാനുള്ള മെർജിംഗ് പോയിന്റ് കൂടിയുള്ളതിനാൽ സീബ്ര ലൈനുകൾ നിർമ്മിക്കാൻ സാധിക്കും. ഈ സാഹചര്യത്തിൽ ബന്ധപ്പെട്ടവർ ഉടൻ ഈ സംവിധാനം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇല്ലെങ്കിൽ വിദ്യാർത്ഥികൾ, പ്രായമായവർ, രോഗികൾ, ഗർഭിണികൾ ഉൾപ്പെടെയുള്ളവർക്ക് റോഡ് മുറിച്ച് കടക്കുന്നത് വലിയ പ്രയാസമായി മാറും. തലശ്ശേരി മാഹി ബൈപ്പാസ് റോഡിൽ സിഗ്നലുകൾ സ്ഥാപിച്ച് കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതമായ വഴിയൊരുക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. മഞ്ചേശ്വരം രാഗം ജംഗ്ഷനിലും ഇതേ സംവിധാനം റോഡ് കരാർ കമ്പനി നടപ്പിലാക്കണമെന്നും ഇതിന് ബന്ധപ്പെട്ടവർ ഇടപെടൽ നടത്തണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതിന് മുമ്പ് അണ്ടർപാസിന് വേണ്ടിയിട്ട് ഒരുപാട് ദിവസം പ്രൊട്ടസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്തതാണ്. ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഒരുപാട് ഒരു 50-60% പണി കഴിഞ്ഞ ശേഷവും അത് യാഥാർത്ഥ്യമാവാത്തത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ ഇപ്പോൾ സർവീസ് റോഡാണെങ്കിലും എക്സ്പ്രസ് ഹൈവേ ആണെങ്കിലും 2 ഭാഗത്തും ഒരേ ലെവലിലാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഈ ഭാഗത്ത് ഇന്ന് പെഡസ്ട്രിയൻ പാത്ത് ജനങ്ങൾക്ക് മുറിച്ച് കടക്കാൻ പെഡസ്ട്രിയൻ പാത്ത് ഇവിടെ അത്യാവശ്യമായിട്ട് ചെയ്ത് നൽകേണ്ടതുണ്ട്. മള്ളങ്കൈ പ്രദേശത്ത് രാത്രിയുടെ ആവശ്യം രാവിലെ ആകുമ്പോഴേക്കും ജനങ്ങളുടെ സമരത്തെ അംഗീകരിച്ചുകൊണ്ട് അവിടെ അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ആരംഭിക്കുകയും 15 ദിവസത്തിനുള്ളിൽ അണ്ടർപാസ് പൂർത്തിയാക്കി കൊടുക്കുകയും ജനങ്ങൾ സമരത്തിൽ വിജയിക്കുകയും ചെയ്തത് നമ്മൾ അറിഞ്ഞതാണ്. അതുകൊണ്ട് ജനകീയ സമരം തീർച്ചയായിട്ടും ഉണ്ടാകും. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പേക്കടം ചവേലക്കുവൽ പള്ളിയറമുറ്റത്ത് ബാങ്ക് വിളിയും നിസ്കാരവും മാപ്പിളതെയ്യത്തിന്റെ ഐതിഹ്യമാണ് ഭക്തിയുടെ നിറവിൽ ആയിരങ്ങൾക്ക് മുന്നിൽ അനുഭവവേദ്യമായത്. മതസാഹോദര്യം വിളംബരം ചെയ്ത് അപൂർവമായ മാപ്പിള തെയ്യം അരങ്ങിലെത്തി. പേക്കടം ചവേല കൊവ്വൽ ദേവസ്വം കളിയാട്ട മഹോത്സവത്തിലാണ് പാതിരാത്രി പനിയൻ തെയ്യത്തിൻ്റെ കൂടെ ബാങ്ക് വിളിയും നിസ്കാരവുമായി മാപ്പിള തെയ്യം അരങ്ങിലെത്തിയത്. 5 വർഷത്തിനു ശേഷം നടന്ന കളിയാട്ടത്തിന് തുടക്കം കുറിച്ച് പേക്കടവൻ നായർ തറവാട്ടിൽ നിന്നും തിരുവായുധങ്ങളോടുകൂടിയുള്ള വരവും വിവിധ തോറ്റങ്ങൾക്കും ശേഷമാണ് പനിയൻ തെയ്യം, മാപ്പിള തെയ്യം, തുളുക്കോലം എന്നിവ അരങ്ങിലെത്തിയത്. രക്തചാമുണ്ടി, അങ്കക്കുളങ്ങര ഭഗവതി, വിഷ്ണുമൂർത്തി തെയ്യങ്ങൾക്ക് പിന്നാലെ പ്രധാന തെയ്യക്കോലമായ ചവേല ഭഗവതി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുവാനെത്തി. മാപ്പിള തെയ്യം ചവേലാക്കോവൽ ദേവസ്വം കളിയാട്ടത്തിൽ കെട്ടുന്നതിൻ്റെ ഐതിഹ്യം ഇങ്ങനെയാണ്. പ്രദേശത്തെ കർഷകരായ നാട്ടുകാരിൽ നിന്നും അമിതമായ നികുതി പിരിക്കുവാനെത്തിയ നാട്ടുപ്രമാണിമാർക്കും അവരുടെ കിങ്കരന്മാർക്കുമെതിരെ പ്രതിഷേധിച്ചതോടെ അക്രമം അരങ്ങേറുകയും നാട്ടുപ്രമാണിമാരുടെ കിങ്കരന്മാർ കർഷകരെ നിഷ്കരുണം വധിക്കുകയും ചെയ്തു. അതുവഴി പോകുകയായിരുന്ന തുണി വ്യാപാരികളും മുസ്ലിങ്ങളുമായ തേളപ്രത്ത് ഹുസൈനും മകൻ പക്കിയും ഇത് കാണുകയും നാട്ടുകാർക്ക് വേണ്ടി അടരാടി ജീവത്യാഗം ചെയ്യുകയും ചെയ്തു. ഇതറിഞ്ഞ ചവേല ഭഗവതി പ്രത്യക്ഷപ്പെട്ട് പ്രമാണിയെയും കൂട്ടാളികളെയും വകവരുത്തുകയും നാടിനു വേണ്ടി ജീവത്യാഗം ചെയ്ത മുസ്ലിങ്ങളായ ബാപ്പയെയും മകനെയും എന്നോടൊപ്പം കെട്ടിയാടിക്കണമെന്ന് അറിയിക്കുകയും ചെയ്തുവെന്നാണ് പറയുന്നത്. أشهد أن لا إله إلا الله أشهد أن لا إله إلا الله
അശ്വദ് അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അശ്വദ് അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ഹയ്യ അലൽ സ്വലാ ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ ലോകത്തിന് മാതൃക എന്ന് AKM അഷ്റഫ് MLA. ആരിക്കാടി ജനറൽ GBLP സ്കൂളിനെ കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി 95 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിലേക്ക് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ മാറിയെന്ന് AKM അഷ്റഫ് MLA പറഞ്ഞു. കാലില്ലാത്ത ബെഞ്ചിലിരുന്ന കാലത്ത് നിന്നും മാറി ഇന്നത്തെ കുട്ടികൾ സർക്കാർ സ്കൂളുകളിലെ ശീതീകരിച്ച മുറിയിലിരുന്ന് പഠനം നടത്തുന്നുവെന്നത് നമുക്ക് അഭിമാനമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്ത് ഒരു പിടി മധുരമുള്ള ഓർമ്മകളാണ് ഈ വിദ്യാലയമായി ഉള്ളതെന്നും MLA കൂട്ടിച്ചേർത്തു. സർക്കാർ തലത്തിൽ ഹലോ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഏറ്റവും മികച്ച പരിശീലനം നൽകി അവർക്ക് ബേസിക്കായി മികച്ച ഇംഗ്ലീഷിന്റെ പരിജ്ഞാനം കൊടുക്കാനുള്ള ശ്രമം നമ്മുടെ വിദ്യാലയങ്ങളിൽ നടക്കുന്നുണ്ട്. ഏറ്റവും മികച്ച പ്രീ സ്കൂൾ സംവിധാനമുള്ള ആരിക്കാടിയിലെ നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും ഒരു സ്കൂളിനെ സംരക്ഷിക്കണമെങ്കിൽ അവന്റെ വീട്ടിൽ നിന്ന് ഈ പ്രീച്ചഡ് വന്ന് തെറ്റി പ്രാക്ടീസ് ജീവിതത്തിൽ പകർത്താൻ കഴിയാത്ത ഒരു കാര്യം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. നമ്മുടെ കുട്ടികളെ നമ്മുടെ തൊട്ടടുത്തുള്ള വിദ്യാലയത്തിലേക്ക് ചേർത്തുകൊണ്ട് ആ വിദ്യാലയത്തെ സംരക്ഷിക്കാൻ, ആ വിദ്യാലയത്തെ ഏറ്റവും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്താൻ കഴിയും. അടുത്ത വർഷം എൻ്റെ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചേരുന്ന ഒരു വിദ്യാലയമായി ആരിക്കാടിയിലെ ഈ സ്കൂളിനെ മാറ്റണം എന്ന് കൂടി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് കുമ്പള പഞ്ചായത്ത് പ്രസിഡന്റ് UP താഹിറ യൂസഫ് അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജമീല സിദ്ദീഖ്, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അഷ്റഫ് കർല, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നാസിർ മൊഗ്രാൽ, കുമ്പള പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ നസീമ ഖാലിദ്, പഞ്ചായത്ത് അംഗങ്ങളായ റിയാസ് മൊഗ്രാൽ, മോഹനകുമാർ, പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ AK ആരിഫ്, KM അബ്ബാസ്, യഹിയ തങ്ങൾ, KK അബ്ദുള്ള കുഞ്ഞി, ഗഫൂർ ഏരിയാൽ, നാഗേഷ് കർല, ദാമോദരൻ ആരിക്കാടി, പ്രധാനാധ്യാപിക ലീല, കൃഷ്ണകുമാർ പള്ളിയത്ത്, ഡോക്ടർ ജലാലുൽ ഹക്ക് എന്നിവർ സംസാരിച്ചു. ധനരാജ്, ന്യൂസ് ബ്യൂറോ, ഉപ്പള. സഹകരണ കാർഷിക വിപണന സംഘം ഫോറം ജില്ലാതല പഠന ക്യാമ്പ് കാസർകോട്ട് നടന്നു. മാർക്കറ്റ് ഫെഡ് ചെയർമാൻ സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. കാർഷിക വിപണന സംഘം ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങൾക്കും ജീവനക്കാർക്കുമായി ജില്ലാതല പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. കേരള ബാങ്ക് ഹാളിൽ നടന്ന ക്യാമ്പ് മാർക്കറ്റ് ഫെഡ് ചെയർമാൻ സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ലോകത്തെമ്പാടും നടക്കുന്ന ചലനങ്ങൾ കൃഷിക്കാരുൾപ്പെടെയുള്ള ആളുകൾ അപ്പോഴപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് ചൂഷണത്തിൽ നിന്ന് അവരെ കൃഷിക്കാരെ ഒരു പരിധി രക്ഷിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ കൃഷിക്കാരുടെ വിഷയം അവിടെ നിൽക്കട്ടെ. അപ്പൊ കൃഷിക്കാർക്ക് ഗുണം കിട്ടണമെങ്കിലും ചൂഷണത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തണമെങ്കിലും നമ്മളുടെ സാന്നിധ്യം, മാർക്കറ്റിംഗ് സഹകരണ സംഘങ്ങളുടെ സാന്നിധ്യം ഉണ്ടായേ മതിയാവും. അപ്പൊ മാർക്കറ്റിംഗ് സഹകരണ സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പ് തന്നെയാണ് ഏറ്റവും പ്രധാനം. ആ നിലനിൽപ്പിന് കോട്ടം തട്ടാത്ത വിധത്തിൽ എങ്ങനെ മുമ്പോട്ട് പോകും? നമ്മൾ നിലനിന്നെങ്കിലല്ലേ കൃഷിക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിയുള്ളൂ, ഈ മേഖലയിൽ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുക എന്നതിനെ കുറിച്ചാണ് നമുക്ക് ഗൗരവമായി ആലോചിക്കുന്നത്. മാർക്കറ്റ് ഫെഡ് ഭരണസമിതി അംഗം KV ഗോപാലൻ അധ്യക്ഷനായി. സഹകരണ പരിശീലന കോളേജ് പ്രിൻസിപ്പൽ PV രാജേഷ് ക്ലാസ് എടുത്തു. വിവിധ സംഘം പ്രസിഡന്റുമാരായ മുൻ MLA K കുഞ്ഞിരാമൻ, A കുഞ്ഞിരാമൻ, മനോജ് തോമസ്, MV കൃഷ്ണൻ, ശ്രീജിത്ത് മാടക്കൽ, കൺവീനർ PK വിനോദ് കുമാർ, സോമി മാത്യു, M ലത, ജമീല അഹമ്മദ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു.
കെ കുഞ്ഞിരാമൻ ചെയർമാനായും NV കൃഷ്ണൻ, A കുഞ്ഞിരാമൻ എന്നിവരെ വൈസ് ചെയർമാനായും, PK വിനോദ് കുമാറിനെ കൺവീനറായും, ശ്രീജിത്ത് മാടക്കൽ, M സുരേഷ് കുമാർ എന്നിവരെ ജോയിന്റ് കൺവീനറായും, M ലതയെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പടാജ് കജമല ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്ര നവീകരണ പുനഃപ്രതിഷ്ഠ അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവത്തിന് ബുധനാഴ്ച മുതൽ തുടക്കമാകും. ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ വൈദിക, ധാർമ്മിക, സാംസ്കാരിക പരിപാടികൾ നടക്കും. ഉത്സവത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യ മഹാസംസ്ഥാനം ശ്രീമതി എടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതി സ്വാമിജികളുടെ സാന്നിധ്യത്തിൽ ശ്രീക്ഷേത്ര തന്ത്രികളായ ബ്രഹ്മശ്രീ വാസുദേവ തന്ത്രി കുണ്ടാർ ഇവരുടെ നിർദ്ദേശത്തിൽ ബ്രഹ്മശ്രീ രവീശ തന്ത്രി കുണ്ടാറിൻ്റെ നേതൃത്വത്തിലാണ് നവീകരണ പുനഃപ്രതിഷ്ഠ അഷ്ടബന്ധ ബ്രഹ്മ കലശോത്സവം 21 മുതൽ 26 വരെ നടക്കുക. ബാലഗോപാൽ ഭട്ട് പ്രസിഡന്റും M ശ്രീധർ ഭട്ട് ജനറൽ സെക്രട്ടറിയായും കമ്മിറ്റി രൂപീകരിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഏകദേശം 80 ലക്ഷം രൂപ ചിലവിൽ ശ്രീക്ഷേത്രത്തിന്റെ ജീർണോദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി. ഡോക്ടർ വേണുഗോപാല കളയത്തോടി പ്രസിഡന്റായും ഹരിനാരായണ ശിരന്തെടുക്ക ജനറൽ സെക്രട്ടറിയായും ബ്രഹ്മകലശോത്സവ കമ്മിറ്റി സജീവമാണ്. ബ്രഹ്മകലശോത്സവത്തിന് ഏകദേശം 40 ലക്ഷം രൂപ ചിലവ് കണക്കാക്കുന്നു. ഫെബ്രുവരി 21 തിരുമുൽക്കാഴ്ച സമർപ്പണ ഘോഷയാത്ര, ധാർമ്മിക സാംസ്കാരിക പരിപാടികൾ എന്നിവയുടെ ഉദ്ഘാടനം നടക്കും. വിവിധ ദിവസങ്ങളിലായി നടക്കുന്ന ധാർമ്മിക സഭകളിൽ എടനീർമഠം ശ്രീ സച്ചിദാനന്ദ ഭാരതി സ്വാമിജി, കൊണ്ടേവൂർ ശ്രീ യോഗാനന്ദ സരസ്വതി സ്വാമിജി എന്നിവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഫെബ്രുവരി 21-26 വരെ പരിപാടി നടക്കുന്ന നവീകരണ അഷ്ടബന്ധ ബ്രഹ്മകലശം, അതായത് എല്ലാ ദിവസവും അന്നദാനങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ കലാ സാംസ്കാരിക പരിപാടികളുണ്ടാവും. ബ്രഹ്മ കലശോത്സവ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ വേണുഗോപാല കളയത്തോടി, ബ്രഹ്മ കലശോത്സവ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഹരിനാരായണ ശിരന്തെടുക്ക, ജീർണോദ്ധാരണ സമിതി ജനറൽ സെക്രട്ടറി ശ്രീധർ ഭട്ട് ചൊക്കേമൂലെ, പ്രചാരണ കമ്മിറ്റി പ്രസിഡന്റ് രാജേഷ് മാസ്റ്റർ അകൽപ്പാടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പൈക്കം മണവാട്ടി ബീവി മഖാം ഉറൂസിന് സമാപനമായി. പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പൈക്കം മണവാട്ടി ബീവി മഖാം ഉറൂസിന് സമാപനമായി. സമാപന സമ്മേളനം പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പൈക്കം ജമാഅത്ത് ഖാസി അസയ്യിദ് മുഹമ്മദ് മദനി തങ്ങൾ മൗലിദ് പാരായണം നടത്തി. ഹാജി സയ്യിദ് മുഹമ്മദ് തങ്ങൾ മദനി അധ്യക്ഷത വഹിച്ചു. ഹാഫിൽ കുമ്മനം നിസാമുദ്ദീൻ തങ്ങൾ അസ്ഹരി പ്രഭാഷണം നടത്തി. പൈക്കം ജമാഅത്ത് ജനറൽ സെക്രട്ടറി JP അബ്ദുള്ള, ദുബൈ പൈക്ക ജമാഅത്ത് പ്രസിഡന്റ് ഇബ്രാഹിം കുഞ്ഞിപ്പാറ, അബുദാബി പൈക്ക ജമാഅത്ത് രക്ഷാധികാരി ബക്കർ പൈക്ക, KM അബ്ദുള്ള കുഞ്ഞി ഹാജി ചാണ്ടിമൂല, ഖാൻ അബ്ദുള്ള പൈക്ക എന്നിവർ സംബന്ധിച്ചു. ഹാജി PM മുഹമ്മദ് കുഞ്ഞി സ്വാഗതവും റഹീം ജിമ്മു നന്ദിയും പറഞ്ഞു. ഉറൂസ് നേർച്ചയിൽ പങ്കെടുക്കുവാൻ നാടിന്റെ നാനാദിക്കിൽ നിന്നും നിരവധി പേരാണ് എത്തിയത്. തിങ്കളാഴ്ച രാവിലെ അന്നദാന വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പരീക്ഷ പേടി മറികടക്കാൻ SSLC വിദ്യാർത്ഥികൾക്ക് CH മുഹമ്മദ് കോയ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ട്രിപ്പ് ടു ടോപ്പ് കൗൺസിലിംഗ് ആൻഡ് കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അഷ്റഫ് കർല ഉദ്ഘാടനം ചെയ്തു. SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുടെ ഭയം, ടെൻഷൻ, സ്ട്രെസ്, ആത്മവിശ്വാസക്കുറവ് എന്നിവയെ മറികടന്ന് പരീക്ഷയിലും കരിയറിലും ജീവിതത്തിലും മുന്നേറാനുള്ള അവസരമൊരുക്കുകയാണ് ലക്ഷ്യം. GHS കൊടിയമ്മ UP വിഭാഗം ക്യാമ്പസിൽ നടന്ന പരിപാടി കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അഷ്റഫ് കർല ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അബ്ബാസ് അലി അധ്യക്ഷനായി. സിജി ജില്ലാ വൈസ് പ്രസിഡന്റ് ഹക്കീം മാസ്റ്റർ മാടക്കാൽ ക്ലാസിന് നേതൃത്വം നൽകി. ഗ്രന്ഥാലയം പ്രസിഡന്റ് അഷ്റഫ് കൊടിയമ്മ, അബ്ദുൽ ഖാദർ വിൽഡ്രോഡി, PTA വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ, PB നൌഫൽ കൊടിയമ്മ, ഹനീന ടീച്ചർ, മുഹമ്മദ് മഡുവം, റംഷാദ് കൊടിയമ്മ എന്നിവർ സംസാരിച്ചു. ഗ്രന്ഥാലയം സെക്രട്ടറി I മുഹമ്മദ് റഫീഖ് സ്വാഗതം പറഞ്ഞു. ധനരാജ്, ന്യൂസ് ബ്യൂറോ, ഉപ്പള. കുമ്പള മഹാത്മാ കോളേജിൽ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ കീഴിൽ ഈ വരുന്ന വേനൽ അവധിക്ക് SSLC +2 പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് സൗജന്യ കമ്പ്യൂട്ടർ ക്ലാസുകൾ നൽകും. 3 ദിവസത്തെ 15 മണിക്കൂർ വീതമുള്ള ക്ലാസുകളാണ് ഓരോ കോഴ്സിനും ക്രമീകരിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റ അനലിറ്റിക്സ്, അക്കൗണ്ടിംഗ് തുടങ്ങിയ ഭാവിയിൽ തൊഴിലുമായി ബന്ധപ്പെട്ട് ഉപകാരപ്രദമാകുന്ന കോഴ്സുകളാണ് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് തികച്ചും സൗജന്യമായി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്.
ഇതിനായി മഹാത്മാ കോളേജ് ക്യാമ്പസിൽ വിശാലമായ കമ്പ്യൂട്ടർ ലാബ് സജ്ജമായി വരുന്നുണ്ട്. ക്ലാസുകൾ വിജയകരമായി പൂർത്തീകരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകളും നൽകുന്നതായിരിക്കും. കൂടാതെ ക്ലാസുകളുടെ അവസാന ദിവസങ്ങളിൽ രക്ഷിതാക്കളെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഏറ്റവും ആധുനികമായ ന്യൂജൻ കോഴ്സുകളെ പരിചയപ്പെടുത്തുകയും അതുമായി ബന്ധപ്പെട്ട കരിയർ മേഖലകളെപ്പറ്റി സെമിനാറുകളും ബോധവൽക്കരണവും സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇവിടുന്ന് പഠനം കഴിഞ്ഞിറങ്ങുന്ന ഏതാണ്ട് എല്ലാ കുട്ടികൾക്കും അവർക്ക് ഒരു ജോലി കിട്ടണം എന്നുള്ള നിർബന്ധ ബുദ്ധി മാനേജ്മെന്റിനുണ്ട്. കാരണം ഒരാളും പഠിച്ച് വെറുതെ ആവാൻ പാടില്ല. ആ ഒരു കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങിയതിനു ശേഷം വെറുതെ ആവാൻ പാടില്ല എന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ ഒരു കോഴ്സുകൾ അക്കൗണ്ട്സും നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത്. മഹാത്മാ കോളേജ് പ്രിൻസിപ്പാളും മാനേജിംഗ് ഡയറക്ടറുമായ KMA സത്താർ, വൈസ് പ്രിൻസിപ്പലും അവധിക്കാല കോഴ്സ് ഡയറക്ടറുമായ അബ്ദുൽ ലത്തീഫ് ഉളുവാർ, സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഡയറക്ടർ അഷ്റഫ് ബലക്കാട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കുട്ടികളുടെ സംഗമവും കലാമേളയും സംഘടിപ്പിച്ചു. നിറക്കൂട്ട് എന്ന പേരിൽ പള്ളിക്കര റെഡ് മൂൺ ബീച്ചിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷി കുട്ടികളുടെ സംഗമവും കലാമേളയും നിറക്കൂട്ട് എന്ന പേരിൽ പള്ളിക്കര റെഡ് മൂണിൽ നടത്തി. ആടിയും പാടിയും കഥകൾ പറഞ്ഞും ഭിന്നശേഷി കുട്ടികളുടെ സർഗവാസനകൾ വേദിയിൽ നിറഞ്ഞാടിയപ്പോൾ അമ്മമാരും ജനപ്രതിനിധികളും രക്ഷാകർത്താക്കളും അവരോടൊപ്പം ചേർന്ന് അവർക്ക് പിന്തുണയേകി. നിറക്കൂട്ടിന്റെ ഉദ്ഘാടനം മുൻ ഉദുമ MLA KV കുഞ്ഞിരാമൻ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ശ്രീലത അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M അബ്ദുറഹിമാൻ, പള്ളിക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നാസ്നിൻ വഹാബ്, ഉദുമ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P സുധാകരൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ MK ബാബുരാജ്, ലക്ഷ്മി തമ്പാൻ, V ഗീത, ഷക്കീല ബഷീർ, പുഷ്പ MG, പുഷ്പ ശ്രീധർ, പള്ളിക്കര പഞ്ചായത്ത് അംഗങ്ങളായ അബ്ദുള്ള സിംഗപ്പൂർ, VK അനിത, പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് CDS ചെയർപേഴ്സൺ സുമതി, DAW സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വേണു, സുരേഷ് എന്നിവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K സീത സ്വാഗതവും ശിശുവികസന പദ്ധതി ഓഫീസർ V ശ്രീജ നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന ഭിന്നശേഷി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അഭിരാജ്, സുനിൽ, കണ്ണൻ, രതീഷ് അമ്പലത്തറ എന്നിവരുടെ നേതൃത്വത്തിലുള്ള നാടൻ പാട്ടും നിറക്കൂട്ടിന് ഉണർവേകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നവീകരിച്ച CPIM ചിത്താരി ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. CPIM ചിത്താരി ലോക്കൽ വിഭജനത്തിന്റെ ഭാഗമായി വാണിയമ്പാറ ബ്രാഞ്ചിന്റെ ഓഫീസായി പ്രവർത്തിച്ചിരുന്ന AK കുഞ്ഞിരാമൻ സ്മാരക മന്ദിരം ലോക്കൽ കമ്മിറ്റി ഓഫീസായി ഇതുവരെ പ്രവർത്തിച്ചു വരികയായിരുന്നു. കൂടുതൽ സൗകര്യമുള്ളതും നവീകരിച്ചതുമായ ഓഫീസ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു. വാണിയമ്പാറയിലെ നവീകരിച്ച AK കുഞ്ഞിരാമൻ സ്മാരക മന്ദിരം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. 2024 തെരഞ്ഞെടുപ്പിൽ BJPയെ പരാജയപ്പെടുത്തിയില്ലെങ്കിൽ ഇനിയൊരു ജനാധിപത്യ വ്യവസ്ഥയിലേക്ക് തിരിച്ചുവരാൻ നമുക്ക് കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തിയില്ലെങ്കിൽ വർഗീയ ശക്തികൾ തഴച്ചു വളരുന്ന രാജ്യമായി ഇന്ത്യ മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചതുപോലെ ഇന്ന് പ്രവർത്തിച്ചാൽ പോരാ. ഇന്ന് ആധുനിക കാലഘട്ടമാണ്. ഇന്ന് ശാസ്ത്ര സാങ്കേതിക രംഗം വളർന്നു വന്നിട്ടുണ്ട്. ഇന്നൊരു ഡിജിറ്റൽ യുഗമാണ്. ആ ഡിജിറ്റൽ യുഗത്തിൽ ഇപ്പോൾ നിങ്ങളുടെയൊക്കെ കൈവശം മൊബൈലുകളുണ്ടാകും. ഇപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം നിർവഹിക്കുന്ന മൊബൈലുകളാണ്. ആ മൊബൈലുകളിലൂടെ ആളുകളെ സംഘടിപ്പിക്കുന്നതും സന്ദേശം കൊടുക്കുന്നതും അതിലൂടെയാണ്. കാര്യവിവരങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മൊബൈലിലൂടെയാണ്. ഇന്ന് ശാസ്ത്രത്തിൻ്റെ വളർച്ചക്കനുസരിച്ച് നമ്മുടെ പാർട്ടിയും വളരണം. സംഘാടക സമിതി ചെയർമാൻ K സബേഷ് അധ്യക്ഷനായി. B ബാലകൃഷ്ണന്റെ പേരിലുള്ള സ്മാരക ഹാൾ ഉദ്ഘാടനം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV രമേശൻ നിർവഹിച്ചു. നേതാക്കളുടെ ഫോട്ടോ അനാച്ഛാദനം CPIM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി K രാജ്മോഹനൻ നിർവഹിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ P അപ്പുക്കുട്ടൻ, PK നിഷാന്ത്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ M പൊക്ലൻ, A കൃഷ്ണൻ, P ദാമോദരൻ, രാവണേശ്വരം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K രാജേന്ദ്രൻ, ദേവി രവീന്ദ്രൻ, മുലക്കണ്ടം പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. CPIM ചിത്താരി ലോക്കൽ സെക്രട്ടറി P കൃഷ്ണൻ സ്വാഗതവും P കാര്യമ്പു നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഉദ്ഘാടനത്തിന് മുന്നോടിയായി ചിത്താരി സർവീസ് സഹകരണ ബാങ്ക് രാമഗിരി ബ്രാഞ്ച് പരിസരത്ത് നിന്നും ഘോഷയാത്രയും നടത്തിയിരുന്നു.
ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മലയാള കലാകാരന്മാരുടെ സംഘടനയായ നന്മയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച കലാകാര ധർണ നടത്തും. പുതിയകോട്ട മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടത്തുന്ന ധർണ PVK പനയാൽ ഉദ്ഘാടനം ചെയ്യും. 60 വയസ്സ് കഴിഞ്ഞ കലാകാരന്മാർക്ക് ക്ഷേമനിധി അംഗത്വമെടുക്കാൻ ഒരവസരം കൂടി അനുവദിക്കുക. സാംസ്കാരിക വകുപ്പിന്റെ കലാകാര പെൻഷനും ക്ഷേമനിധി പെൻഷനും ഏകീകരിച്ച് തുക വർദ്ധിപ്പിച്ച് നൽകുക. കലാകാര സഹകരണ സംഘങ്ങൾ ജില്ലതോറും രൂപീകരിച്ച് കലാകാരന്മാർക്ക് തൊഴിലവസരങ്ങൾ ഒരുക്കുക. കലാപരിപാടികൾക്ക് രാത്രി 10 മണിക്ക് ശേഷമുള്ള മൈക്ക് നിരോധനത്തിൽ അയവ് വരുത്താൻ സർക്കാർ നടപടി സ്വീകരിക്കുക. കലാകാര ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ച് കാലതാമസമില്ലാതെ വിതരണം ചെയ്യുക. വജ്ര ജൂബിലി ഫെലോഷിപ്പിന് കൂടുതൽ കലാകാരന്മാർക്ക് അവസരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ ആഭിമുഖ്യത്തിന് കലാകാര ധർണ സംഘടിപ്പിക്കുന്നത്. ചൊവ്വാഴ്ച കാഞ്ഞങ്ങാട് പുതിയകോട്ട മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്തായിരിക്കും ധർണ സംഘടിപ്പിക്കുക. PVK പനയാൽ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KM കീപ്പേരി, അമ്മിണി ചന്ദ്രാലയം, KM ശ്രീധരൻ, ജവഹർ മുരളി, ലതാ ലക്ഷ്മണൻ, ബാബു കുന്നത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് യൂണിറ്റ് വാർഷിക സമ്മേളനം പടന്നക്കാട് ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. PFRDA നിയമം അടിയന്തരമായി പിൻവലിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് യൂണിറ്റ് വാർഷിക സമ്മേളനം പടന്നക്കാട് ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. യൂണിറ്റ് പ്രസിഡന്റ് P ദാമോദരൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി K സുജാതൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ട്രഷറർ S ഗോപാലകൃഷ്ണൻ, ബ്ലോക്ക് പ്രസിഡന്റ് B പരമേശ്വരൻ, PV നിർമ്മല, V നാരായണൻ, K കരുണാകരൻ, PA ജയതിലകൻ, K കുഞ്ഞിക്കണ്ണൻ, K സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. KP കമാരൻ സ്വാഗതവും VP നാരായണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലയിലും ജനവാസ കേന്ദ്രങ്ങളിൽ വന്യജീവി ശല്യം. മടിക്കെ 3 റോഡ് പ്രദേശത്തിറങ്ങിയ കാട്ടുപോത്ത് ജനങ്ങളെ പരിഭ്രാന്തിയിലാഴ്ത്തിയത് മണിക്കൂറുകളോളം. ദേശീയപാതയിൽ ചെങ്കള മുതൽ മാവുങ്കൽ വരെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. പെരിയയിൽ കാർ കുഴിയിലേക്ക് മറിഞ്ഞു മരിച്ച 2 പേർക്ക് കണ്ണീരോടെ യാത്രാമൊഴി. കാസർഗോഡ് ജില്ലയിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് കവർച്ച. കാസർഗോഡ് മല്ലികാർജ്ജുന ക്ഷേത്രം, കുമ്പള ആരിക്കാടി ഹനുമാൻ ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് കവർച്ച നടന്നത്. ചെറുവത്തൂരിലെ വിവാദ ബീവറേജ് ഔട്ട്ലെറ്റിൽ നിന്നും മദ്യം കൊണ്ടുപോകാനുള്ള ശ്രമം വീണ്ടും തടഞ്ഞു. പാർട്ടി പ്രവർത്തകരും തൊഴിലാളികളുമാണ് ഉദ്യോഗസ്ഥരെ തടഞ്ഞത്. കേന്ദ്ര സർവകലാശാലയുടെ ഭരണനിർവഹണ വിഭാഗം പുതിയ കെട്ടിടം 20 മുതൽ പ്രവർത്തനം ആരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും. ആരിക്കാടി ജനറൽ GBLP സ്കൂളിന് നിർമ്മിച്ച കെട്ടിടം AK അഷ്റഫ് MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ ലോകത്തിന് മാതൃകയെന്ന് MLA. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.